ഭംഗിയായി കഴിഞ്ഞു. രാവിലെ മുതൽ ഉച്ചവരെയുള്ള എല്ലാ പരിപാടികളും ഭംഗിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു അനുഗ്രഹമായി മഴയും ലഭിച്ചു. കനത്ത ചൂടൊഴിവായി എല്ലാവർക്കും കുളിര് ആയിട്ടുണ്ട്. മഴയൊക്കെ ഒഴിഞ്ഞ് നല്ലൊരു സായാഹ്നം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രധാന പരിപാടികളായ മുഖ്യ പ്രഭാഷണമുണ്ട് ശ്രീ പ്രസാദ് കൈതക്കൽ സാറിൻ്റെത്. അതുപോലെ തന്നെ ഉദ്ഘാടനം ശ്രീ സുനിൽകുമാർ സാറിൻ്റെ. അതുപോലെ തന്നെ അതിനുശേഷം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ കലാപരിപാടികളും നടക്കാനിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഋതം കാലിക്കറ്റിൻ്റെ സംഗീത വിസ്മയ രാവ് കൂടി ഉണ്ട്. എല്ലാ പരിപാടികളും കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞ് മാത്രമേ എല്ലാവരും തിരിഞ്ഞു പോകാവൂ എന്ന് അഭ്യർത്ഥനയുണ്ട്. ഇന്ന് നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ കെ പ്രസാദൻ മാസ്റ്ററാണ്. പ്രസാദൻ മാസ്റ്റർ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നമുക്ക് ഏവർക്കും പരിചിതനുമാണ്. അദ്ദേഹത്തെ നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയാണ് പ്രസാദൻ മാസ്റ്റർ. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ റിട്ടയർഡ് DEO ശ്രീ CK സുനിൽകുമാർ സാറാണ്. സുനിൽകുമാർ സാർ DEO എന്നതിലുപരി നമ്മുടെ ഇവിടെ പ്രതിമാഷ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ സംഘാടക സമിതിയിൽ വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഈ ചൂടിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, 2-3 ഫാന് വാങ്ങി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഫാനൊക്കെ ഇന്ന് മൂലക്ക് വെച്ചിട്ടാണുള്ളത്. നമുക്ക് ഒരു നല്ല ഒരു കാലാവസ്ഥ ലഭിച്ചിട്ടുണ്ട്. കാലിന് ചളി കുറച്ചുണ്ടാവുമെങ്കിലും നല്ലൊരു കാലാവസ്ഥയാണ് നമുക്കുള്ളത്, നല്ല തണുപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിപാടികൾ കൃത്യമായി നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും. കുട്ടികൾ പരിപാടിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ 2 ഗംഭീര പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. സുനിൽ സാറ് മികച്ചൊരു പ്രഭാഷകനാണ്, ഉദ്ഘാടകനാണ്. അതുപോലെ പ്രസാദ് സാറും സംസാരിക്കും. അതുകൊണ്ട് തന്നെ അധ്യക്ഷ പ്രസംഗം നീട്ടി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. 54 വർഷം മുമ്പ് ഈ വിദ്യാലയത്തിൽ 1-ാം ക്ലാസ്സിൽ പഠിച്ച ഒരാളാണ് ഞാൻ. കുഞ്ഞാമൻ മാഷ് എന്ന് പറയുന്ന കുഞ്ഞിരാം മാഷാണ് അരിശ് കുറിച്ചത്. ഗോപാലൻ മാഷും അനന്തം മാഷും ആസിയ ടീച്ചറും ഒക്കെ, അതുപോലെ കുറ്റിയേരി ബാലമാഷടക്കം ഉള്ള അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇവിടെ 4-ാം ക്ലാസ് വരെ പഠിച്ച് പോയ ആളാണ്. ആ സമയത്ത് ജാതിക്കൂട്ടം മുതൽ നമ്മൾ ഈ ഉദ്ഘാടന സമ്മേളന പരിപാടിയെയും കാണേണ്ടതുണ്ട്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ 6 വർഷം പാനൂർ AU ആയിരുന്ന ഒരാളാണ്. ഒരു പക്ഷേ വേദിയിലിരിക്കുന്ന ചിലർക്കും മുതമാഷ്കൊക്കെ നല്ലോണം അറിയാം. ഈ PTA-യുടെയും മാനേജ്മെന്റിന്റെയും പ്രതിനിധികൾക്കും സദസ്സിലിരിക്കുന്ന കുറച്ച് പേർക്കുമെങ്കിലും എന്നെ പരിചയമുണ്ടായിരിക്കും. ഞാൻ പാനൂരിൽ നിന്ന് പോയിട്ട് ഏതാണ്ട് 5 വർഷമായി. പക്ഷേ എല്ലാ സ്ഥാപനങ്ങളുടെയും പാനൂർ ഉപജില്ലയിലുള്ള മിക്കവാറും എല്ലാ വിദ്യാലയങ്ങളിലെയും ഹൃദയസ്പന്ദനം അറിയാൻ വേണ്ടി ശ്രമിച്ച ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഓർമ്മയുടെ പുസ്തകത്താളിൽ മയിൽപ്പീലി പോലെ സൂക്ഷിക്കാൻ പാകത്തിലുള്ള മനോഹരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ധാരാളം വിദ്യാലയങ്ങൾ, ഒട്ടുമിക്ക വിദ്യാലയങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചതാണ്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഈ കൊളവല്ലൂർ ഈസ്റ്റ് LP എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, ഒരുപക്ഷെ ഞാൻ ഭംഗിവാക്ക് പറയുന്നതല്ല, ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് വേറൊരു പരിപാടിയിൽ ഞാൻ അവിടുത്തെ വലിയ ആളായിട്ട് പങ്കെടുക്കുന്നില്ല, അതിൻ്റെ ഒരു കാഴ്ചക്കാരനായിട്ട് പോകേണ്ട ആളായിരുന്നു. പ്രതിന്മാഷ് വിളിക്കുന്ന സമയത്ത് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ 2 വർഷം മുമ്പ്, അല്ല 1 വർഷം മുമ്പ്, ഓർമ്മയില്ലേ നിങ്ങളൊക്കെ ആഘോഷിച്ച ദിവസം, ശതാബ്ദി ആഘോഷിച്ച് ഇവിടെ ഇളക്കി മറിച്ച ഈ ഒരു ധാരാളം വിദ്യാലയങ്ങൾ നമ്മുടെ ഉപജില്ലയിലുണ്ട്. പക്ഷേ ഈ നമുക്കറിയാവുന്നത് പോലെ കുട്ടികളുടെ എണ്ണം അത്രയൊന്നും ധാരാളമല്ലാത്ത, സ്റ്റാഫ് വളരെ പരിമിതമായ ഒരു സ്ഥാപനത്തിനകത്ത് ഒരു അത്രയും മികച്ച ഒരു ശതാബ്ദി ആഘോഷം എന്ന് പറയുന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, അത് ഈ നാട്ടിൻ്റെ വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.
ഞാൻ 3 വർഷമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ അതിൽ നിന്ന് ഒട്ടും മാറ്റി കുറയാത്ത രീതിയിലാണ് 102ാം വാർഷികവും ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു കൊച്ചു വിദ്യാലയത്തിന് ഇത്രയും ബൃഹത്തായ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇവിടുത്തെ അധ്യാപകരുടെ ഒരുമയും PTA യോജിപ്പും രക്ഷിതാക്കളുടെ സഹകരണവും മാനേജ്മെന്റിന്റെ കൈത്താങ്ങും ഒക്കെ കൂടി ചേരുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് കണ്ടറിയാൻ വേണ്ടി സാധിക്കും. കുട്ടികളുടെ എണ്ണത്തിൽ കുറവാണെങ്കിൽ തന്നെയും ആ ഗുണമേന്മയിൽ ഏറ്റവും മികച്ചതാണ് എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു AO എന്നുള്ള രീതിയിൽ വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുന്നത് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. സാധാരണ രീതിയിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അല്ലേ, നമ്മളെല്ലാം പഠിച്ചത് പൊതുവിദ്യാലയങ്ങളിലാണ്. ആ പൊതുവിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി പറയുന്ന നമ്മുടെ സകല കേരളത്തിൻ്റെതായി എന്ന് നമ്മൾ പറയുന്ന സകല നന്മകളുടെയും അടിസ്ഥാനപരമായ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഈ പൊതുവിദ്യാലയത്തിന്റെ നേട്ടങ്ങൾ തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ചില രക്ഷിതാക്കൾക്ക്, ഞാൻ ആ വിഷയത്തിലേക്ക് ഉദ്ഘാടകൻ എന്നുള്ള രീതിയിൽ മുഖ്യ ഭാഷകൻ ഇവിടെ ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് സമയത്തിനകത്ത് ഞാൻ തീർക്കും അല്ലെ. നിർഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ മക്കള് അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു CBSEയിലേക്കോ അൺഎയ്ഡഡിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കോ പറഞ്ഞേക്കാനുള്ള ഒരു വല്ലാത്ത ഒരു ത്വര ഉണ്ട് എന്നുള്ളത് ഒരു വട്ടം കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് മാനുഷികമായ അല്ലെങ്കിൽ വളരെ ഹൃദയ നൈർമല്യമുണ്ടാക്കുന്ന ധാരാളം ഓർമ്മകളുണ്ട് അല്ലെ. നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ട് ധാരാളം പേര് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് വിരാജിക്കുന്ന കാഴ്ചകൾ നമുക്കറിയാം. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച എല്ലാ കുട്ടികളും ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾ രക്ഷിതാക്കളുടെ ഒരു ശ്രദ്ധ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഏത് വിദ്യാലയത്തിലായി കഴിഞ്ഞാലും ഒരുപക്ഷെ നമ്മൾ മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അൺഎയ്ഡഡിൽ പോകുന്നതിനേക്കാൾ എത്രയോ നന്മകളുടെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടി പൊതുവിദ്യാലയങ്ങളിലൂടെ സാധിക്കുമെന്നുള്ളതാണ് അല്ലെ. അമ്മിഞ്ഞപ്പാലിന്റെ മണത്തോടുകൂടി നമ്മുടെ കൊച്ചുമക്കള് ആർജിച്ചു വരുന്ന ആശയങ്ങളെയും അക്ഷരങ്ങളെയും ഭാവനകളെയും സ്വാംശീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലൂടെയാണ്. അതുകൊണ്ടാണ് ഗ്രീക്കിൽ ഒരു തത്വചിന്തകനുണ്ട്, ബസ്നോലോയിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പേരെന്തോ ആയിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വരുത്തുകയാണ്. സാധാരണ നമ്മുടെ മക്കള് അവരുടെ വ്യക്തിത്വം രൂപം പ്രാപിക്കുന്നത് നിങ്ങൾക്ക് ധാരണയുണ്ടോ? എത്രാമത്തെ വയസ്സിലാ? ഞാനും നിങ്ങളും വേറെയല്ല. ഞാനിവിടെ എന്തോ വന്ന് പ്രസംഗിച്ച് പോവുകയല്ല. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് നമ്മുടെ മടിയിൽ കുട്ടികളുണ്ട്, നമ്മുടെ കയ്യിൽ കുട്ടികളുണ്ട്, നമ്മുടെ സ്കൂളിൽ കുട്ടികളുണ്ട്, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, നമ്മുടെ കൂടെ ചെറിയ മക്കളുണ്ട്. എത്ര വയസ്സ് മുതലാണ് കുട്ടികളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്? അറിഞ്ഞൂടാ, നമുക്കറിയാം അല്ലെ. 3 വയസ്സ് മുതലാണ്. എത്ര വയസ്സ് വരെ? 7 വയസ്സ് വരെയാണ്. അപ്പൊ ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെ? നമ്മൾ ഇന്ന് പറയുന്ന അംഗൻവാടി മുതൽ അല്ലെങ്കിൽ പ്രീ പ്രൈമറി മുതൽ 2ാം ക്ലാസ് വരെയാണ് ആ കുട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവങ്ങളും വ്യക്തിത്വങ്ങളും രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബസ്നോലോയിസ് എന്ന് പറയുന്ന ഗ്രീക്ക് ചിന്തകൻ പറഞ്ഞത്, ഒരു കുട്ടിയെ നിങ്ങൾ എനിക്ക് വിട്ടുതരിക, 7 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടിയെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. അതിനുശേഷം നിങ്ങൾ ആ കുട്ടിയെ ഏതെങ്കിലും ഒരു ചെകുത്താന്റെയോ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊള്ളൂ, അവന് ഒരു വ്യത്യാസവും വരില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 7 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ 7 വയസ്സ് വരെ എനിക്ക് നിങ്ങൾ വിട്ടുതരൂ, ആ കുട്ടിയെ ഞാൻ രൂപപ്പെടുത്തിയെടുക്കാം, അല്ലെ എൻ്റെ കൂടെ ആ കഴിയുന്ന കുട്ടിയെ 7 വയസ്സിന് ശേഷം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെകുത്താന്റെ കൂടെ താമസിപ്പിക്കാം, ദൈവത്തിന്റെ കൂടെ താമസിപ്പിക്കാം, ആ കുട്ടിയിൽ ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല എന്ന് ബസ്നോലോയിസ് എന്ന് പറയുന്ന ഗ്രീക്ക് തത്വചിന്തകൻ പറഞ്ഞതിന്റെ അർത്ഥം,
പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല എങ്കിൽ തന്നെയും അതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നത് ഈ പ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ വീട്ടിലായാലും സ്കൂളിലായാലും ഏത് തരത്തിലാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായും ഈ ഘട്ടത്തിൽ ആ കുട്ടിക്ക് ആവശ്യം നമ്മുടെ മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസമാണ്. ഒരു കവിതയിൽ പറയുന്നത്, കവിത ഞാൻ പറയുകയാണ്, കവിത ചൊല്ലുകയല്ല. പുലർച്ചെ നടക്കാനിറങ്ങി. കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് വലിയ കവിതയൊന്നും കാണുന്നില്ല. മഴ ചാറുന്നുണ്ട്, പുലർച്ചെ നടക്കാനിറങ്ങി, മഴ ചാറുന്നുണ്ട്, നനഞ്ഞൊലിച്ച ഒരോർമ്മ ഓടി വന്നെന്റെ കുടയിൽ കയറി. അവിടെ എന്തോ ഒരു കവിതയുണ്ട് അല്ലെ? പുലർച്ചെ നടക്കാനിറങ്ങി, മഴ ചാറുന്നുണ്ട്, നനഞ്ഞൊലിച്ച ഒരോർമ്മ ഓടി വന്നെന്റെ കുടയിൽ കയറി, മുടിച്ചീമ്പലിൽ നിന്ന് ഒരു ബാല്യക്കുളിർ തോളിൽ കൈയിട്ടു. അർത്ഥം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പുലർച്ചെ നടക്കാനിറങ്ങി, മഴ ചാറുന്നുണ്ടായിരുന്നു, നനഞ്ഞൊലിച്ച ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ മഴ കാണുന്ന സമയത്ത് നമുക്ക് ചില ഓർമ്മകൾ ഉണ്ടാവും. ഏതെങ്കിലും വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് പല പല ഓർമ്മകൾ ഉണ്ടാവും. ആ തരത്തിലുള്ള ഒരു ഓർമ്മ ഈ കവിയിലൂടെ കടന്നു പോകുന്നു. എന്തൊക്കെയാണ് ഓർമ്മ? ഓർമ്മ എന്ന് പറയുന്നത് രാമന്റെയും റഹീമിന്റെയും മണം, കൊട്ടാരത്ത് LP സ്കൂളിന്റെ മണം. കവി എഴുതിയ പേര് അതല്ല കേട്ടോ, സ്കൂളിന്റെ വേറൊരു സ്കൂളിന്റെ പേരാ പറഞ്ഞത്. എന്തൊക്കെ ഓർമ്മകളാണ് ഈ കവിയിലേക്ക് വരുന്നത്? ഈ മഴയുണ്ടായ സമയത്ത് തൻ്റെ കൊച്ചുനാളുകളിൽ മഴ നനഞ്ഞുകൊണ്ട്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കുടയില്ലാതെ അല്ലെങ്കിൽ ഒരു കുടക്കീഴിൽ 4ഉം 5ഉം പേർ പോയ കുടയ്ക്ക് പകരം ഇലയോ അല്ലെങ്കിൽ നമ്മൾ ചേമ്പിന്റെ ഇലയോ ഒക്കെ കൊടയാക്കി മാറ്റിയിട്ട് കൊച്ചു പള്ളിക്കൂടത്തിലേക്ക് പോയിരുന്ന കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളാണ് ആ നനുത്ത പ്രഭാതത്തിൽ കവിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആ കൂട്ടത്തിൽ ആരൊക്കെ? റഹീമിന്റെയും രാമന്റെയും ഓർമ്മകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഉപ്പുമാവിൻ മണം, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഉപ്പുമാവിൻ മണം, സ്കൂൾ ബെല്ലിന് കാത്തു നിൽക്കാതെ വിശപ്പ്, ഇരട്ട വരയിലെ പുകക്കുഴലിലൂടെ കൂട്ടക്ഷരങ്ങളായി പുറത്തേക്കോടി. 4ാമത്തെ പീരീഡ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പൊതുവിദ്യാലയത്തിലെ ഉപ്പുമാവിൻ മണം, സ്കൂൾ ബെല്ലിന് കാത്തു നിൽക്കാതെ വിശപ്പ്, ഇരട്ട പുകക്കുഴലിലൂടെ കൂട്ടക്ഷരങ്ങളായി പുറത്തേക്കോടി. ചന്തിയിൽ അമർത്തി ഞെരടിയിരുന്ന ജനാർദ്ദനൻ മാഷിന്റെ കണക്കും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ കണക്ക് മാഷ. ചന്തിയിൽ അമർത്തി ഞെരടിയിരുന്ന ജനാർദ്ദനൻ മാഷയുടെ കണക്കും, വൃത്തം തെറ്റാത്ത സരോജിനി ടീച്ചറുടെ മലയാളവും, ലീല ടീച്ചറുടെ ഹിന്ദിയും കടന്ന് നടക്കുകയാണ് കൈ വീശി വീശി. ഞാൻ ആ കവിതയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഈ തരത്തിലുള്ള പല പല നൈർമല്യമുള്ള ഓർമ്മകളും നമ്മളുടെ മനസ്സിനെ പച്ചപ്പാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള സ്മരണകൾ നമ്മുടെ പൊതുവിദ്യാലയത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കും. മറ്റു വിദ്യാലയങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതായോധനത്തിനുള്ള വഴിയുണ്ടാവും. അവർ വലിയ ആളുകളായി തീരും. പക്ഷേ ഈ പറയുന്ന മസൃണമായ മനസ്സും നൈർമല്യമുള്ള ചിന്തയും സൗഹൃദവും സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ കുറെ കൂടി സമ്പന്നമായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തരത്തിലുള്ള വിദ്യാലയങ്ങളാണ് അഭികാമ്യം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാനിപ്പോ ചുരുക്കുകയാണ്. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കുക. ചെറിയ മക്കളാണ് നമ്മുടെ മുമ്പിൽ. ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളല്ല. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് ഈ 3 വയസ്സ് മുതലുള്ള കുട്ടികൾ വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടിൽ നിന്ന് പറയുന്ന വാക്കുകള് ആരെക്കുറിച്ചെങ്കിലും കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കുട്ടികൾക്ക് പ്രയാസമുണ്ടാകുന്ന, ചെറിയ കുട്ടിയല്ലേ എന്ന് കരുതിയിട്ട് വീട്ടിലുണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങള്, അതൊക്കെ കുട്ടി ഒപ്പിയെടുക്കും. ഞാനൊരു സംഭവം പറയാം. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അബ്ദുൽ കലാം. ആരായിരുന്നു അബ്ദുൽ കലാം? നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം അല്ലേ? ഓർമ്മയുണ്ടല്ലോ. നമ്മൾ അദ്ദേഹത്തിന് വേറൊരു പേരൊക്കെ കൊടുത്തിരുന്നു, മിസൈൽ മാൻ എന്നൊക്കെ പേര് കൊടുത്തിരുന്നു. നമ്മുടെ അഭിമാനമായിരുന്നു അബ്ദുൽ കലാം. അബ്ദുൽ കലാം കൊച്ചു കുട്ടിയായിരുന്ന കാലത്ത് പ്രൈമറി ക്ലാസ്സിൽ
പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലെ സംഭവം പറയാണ്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക മക്കളുടെ മുമ്പിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത്. ഒരു ദിവസം എല്ലാവരുടെയും വീട്ടിലുള്ളത് പോലെ നമ്മുടെ വീട്ടിൽ രാത്രി എന്താ ആഹാരം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തർക്കും ഇപ്പൊ പഴയതുപോലെയൊന്നുമല്ല. ഓരോ വീട്ടിലും രാത്രി കാലത്ത് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ദോശയായിരിക്കും, എന്തോ ആവട്ടെ. കലാമിന്റെ പാവപ്പെട്ട വീട്ടില് ഉമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്നത് രാത്രി ഭക്ഷണമായിട്ട് റൊട്ടിയായിരുന്നു. കൊച്ചു കലാമും ഉപ്പയും ഒന്നിച്ചിരുന്നു. ഉമ്മ റൊട്ടി വിളമ്പിക്കൊടുത്തു. പക്ഷേ ആ റൊട്ടി നല്ലവണ്ണം കരിഞ്ഞിരുന്നു. സാധാരണ രീതിയിൽ ആണുങ്ങൾക്ക് ഇങ്ങനെ, ഞാൻ മറ്റൊരു തരത്തിലുള്ള വിവേചനം പറയല്ല കേട്ടോ, ഇങ്ങനെ വിളമ്പിക്കൊടുത്തു കഴിഞ്ഞാൽ, കരിഞ്ഞ ആഹാരം റൊട്ടി വിളമ്പിക്കൊടുത്തു കഴിഞ്ഞാൽ പലരും പലതരത്തിൽ പ്രതികരിക്കും. വളരെ സമചിത്തതയോടുകൂടി സംയമനത്തോടുകൂടി അതിനെ പ്രതികരിക്കുന്നവരുണ്ട്, അല്ലാതെ പ്രതികരിക്കുന്നവരുണ്ട്. ഉപ്പയുടെ മുന്നിലിരിക്കുന്നത് വളരെ ചെറിയ കുട്ടിയായ കലാമാണ്. 5 വയസ്സിലുള്ള ഓർമ്മകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. 5 വയസ്സുള്ള ഓർമ്മകൾ. ഏതായാലും ഉപ്പയത് വളരെ വളരെ ഇഷ്ടത്തോടുകൂടി കഴിച്ചു. പക്ഷെ ഈ കുഞ്ഞായിരുന്ന കലാം അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ പ്രതീക്ഷിച്ചത് ഉപ്പ ഇപ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നാണ്. പക്ഷെ ഉപ്പയൊന്നും പറഞ്ഞില്ല. കഴിച്ചതിന് ശേഷം കിടക്കാൻ പോയ ഉപ്പയ്ക്കൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കലാമ് പോകുന്നൊരു ഓർമ്മ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് എഴുതുന്നുണ്ട്. നോക്കുക, എന്തുകൊണ്ട് ഈ കുഞ്ഞു കലാം അവിടെ ഒന്നും പ്രതികരിച്ചില്ല, ഉപ്പയും പ്രതികരിച്ചില്ല. കിടപ്പ് മുറിയിലേക്ക് ചെന്നിട്ട് ഉപ്പയ്ക്ക് സ്നേഹം കണ്ട്, ഉമ്മയോട് കലമ്പാത്ത ഉപ്പയ്ക്കൊരു സ്നേഹം കൊണ്ടൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ കുഞ്ഞു കലാം ഉപ്പയോട് ചോദിച്ചു, ഉപ്പാക്ക് ശരിക്കും ആ റൊട്ടി ഇഷ്ടായിരുന്നു? കരിഞ്ഞ റൊട്ടി തന്നെയാണോ ഉപ്പക്ക് ഇഷ്ടം? ഉപ്പ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മോനെ, ഉമ്മ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ എന്തൊക്കെ പണിയെടുത്ത് അധ്വാനിച്ച് ക്ഷീണിച്ചു എന്ന് മോൻ കണ്ടതല്ലേ. അപ്പോ ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ അത്രയും ക്ഷീണിച്ച ഉമ്മക്ക് അത് ഉണ്ടാക്കുന്ന സമയത്ത് ബോധപൂർവമല്ലാതെ സംഭവിച്ചു പോയ ഒരു കൈപ്പിഴയിൽ നമ്മള് ആ ഒരല്പം കരിഞ്ഞ റൊട്ടി ഒരു ദിവസം തിന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും പറയാനില്ല. പക്ഷേ ആ അധ്വാനത്തിന് ശേഷം നമ്മളൊരു കുത്തുവാക്ക് പറഞ്ഞാൽ, ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ ഉണ്ടാകുന്ന, ഉമ്മയ്ക്കുണ്ടാകുന്ന വിഷമത്തിന്റെ 10-1 മാത്രമേ ആ സമയത്ത് ഇത് തിന്നുമ്പോൾ എനിക്ക് വിഷമമുണ്ടാവൂ. അതുകൊണ്ട് അങ്ങനെയാണ് ജീവിതം എന്നുള്ളത്. ആ കുഞ്ഞ് കലാമ് ഉറങ്ങാൻ കടന്നു. പിന്നീട് വലിയ കലാമായതിനു ശേഷം, നമ്മുടെ രാജ്യത്തിന്റെ അധിപനായതിനു ശേഷം, അല്ലേ, നമ്മുടെ എല്ലാം കണ്ടുപിടിച്ച വലിയ ശാസ്ത്രജ്ഞനായതിനു ശേഷം അദ്ദേഹം പുസ്തകത്തിൽ കുറിച്ചു വെച്ചു, ഞാൻ ആ സംഭവം പിൽക്കാലത്ത് ഓർമ്മിക്കുകയുണ്ടായി. അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല. എനിക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട്, അധ്യാപകന് കഴിവുണ്ട്, എല്ലാവർക്കും കഴിവുണ്ട്, അവരുടേതായ കഴിവുകളുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പല പിഴവുകളും സംഭവിച്ചേക്കാം. ആ മനുഷ്യ സഹജമായ പിഴവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, അത് പൊറുത്തുകൊണ്ട്, സഹിച്ചുകൊണ്ട്, സഹകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ജീവിതത്തിൽ സാധിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാവുക എന്ന് പറയുന്ന വലിയൊരു പാഠം പഠിക്കാൻ ആ ഉപ്പയുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് സാധിച്ചു എന്ന് പറയുന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ അനുസ്മരിക്കാൻ കാര്യം, ചെറിയ മക്കളെല്ലാം ഒപ്പിയെടുക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്നൊന്നും അവൻ കേൾക്കുന്നില്ല, അവൾ കേൾക്കുന്നില്ല, നമ്മൾ ചെയ്യുന്നതൊന്നും അവർ കാണുന്നില്ല, കേൾക്കുന്നില്ല, നമുക്ക് അങ്ങനെ പറയാം. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെയും ആ കുട്ടിയുടെ മനസ്സിലേക്ക് അത് കടന്നു വരും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നല്ലതായിരിക്കണം, നമ്മുടെ കർമ്മങ്ങൾ നല്ലതായിരിക്കണം. എൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല കാഴ്ച, നൽകേൾവി, നറുമണം, നല്ല സ്പർശം, നറുരസം, നന്മകൾ, അല്ലേ? ഏതേത് അവയവങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്? കാഴ്ച, കേൾവി, മണം, രസം, എല്ലാം നന്മ നിറഞ്ഞതായിരിക്കണം. 2 കണ്ണുണ്ടല്ലേ, 2 കാതുമില്ലേ? ഇല്ലേ? 42 ഒന്നേ ഉള്ളൂ അല്ലെ? മൂക്കും ഒന്നേ ഉള്ളൂ എന്ന് പറയാം. പക്ഷെ ഫലത്തിൽ നമുക്ക് 2 വഴിയുണ്ട്. എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇതെല്ലാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പെട്ടതാണ്, അല്ലേ? ത്വക്ക് എന്ന് പറയുന്നത് ധാരാളം സ്ഥലമുണ്ട്. പക്ഷെ നാക്ക് മാത്രം ഒന്നായി പോയത് എന്താ?
എന്താ? വളരെ വളരെ വിശാലമായി കാണാനും സൂക്ഷ്മമായി കാണാനും രണ്ടെണ്ണം ആവശ്യമുണ്ട്. ആ രണ്ട് എന്തിനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന്റെ എല്ലാ അർത്ഥത്തിലും കാണാൻ ശ്രമിക്കുക. കേൾവി വളരെ സൂക്ഷ്മമായിട്ട് നന്നായിട്ട് കേൾക്കേണ്ടതിനെ കേൾക്കുക, അല്ലേ? പറയുന്നതോ ആവശ്യത്തിനുള്ളത്, അനാവശ്യമായ ഒരു വാക്കും പറയരുത്. ആ ഒരു സന്ദേശം കൂടി നമുക്ക് ഇതിനകത്തുണ്ട്. ഞാൻ ഉദ്ഘാടകൻ മാത്രമായതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നമുക്ക് പഴയ കാലത്തെ നമ്മുടെ ഓർമ്മകൾ വീണ്ടും അതിൻ്റെ അഴകിലേക്ക്, അല്ലേ, അതിൻ്റെ ചമയങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയും പുതിയ മക്കളുടെ, പുതിയ തലമുറയുടെ ആടയാഭരണങ്ങളും ചമയങ്ങളും നാളേക്കുള്ള ഓർമ്മകളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയും ഒരു വിദ്യാലയത്തിലെ അധ്യാപകരും രക്ഷിതാക്കളും PTA-യും ഒരധ്യയന വർഷം മുഴുവനും കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിനെ വിളംബരം ചെയ്യുന്ന ഒരു വേദിയായിട്ട് ഇങ്ങനെ ഒരു വാർഷികോത്സവം എല്ലാ സ്കൂളിലും ഇത്ര കളർഫുള്ളായിട്ട് വാർഷികോത്സവം നടത്താൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇച്ഛാശക്തിയുള്ള അധ്യാപകർ വേണം, PTA വേണം, അതിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ രക്ഷിതാക്കൾ വേണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാനേജ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഈ സ്കൂളിനെ കുറെ കൂടി ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് എല്ലാവിധത്തിലുള്ള പുരോഗതിയും നിങ്ങളുടെ സകല പിന്തുണയും സഹകരണവും ഉണ്ടാകട്ടെ. നമ്മുടെ മക്കള് ഇനിയും ഉന്നതങ്ങളിലേക്ക് എത്താൻ ആവശ്യമായ പശ്ചാത്തലം ഒരുക്കി കൊടുക്കാനും സഹായം ഒരുക്കി കൊടുക്കാനും സ്കൂളിലേക്ക് മക്കളെ വിട്ടുകഴിഞ്ഞാൽ അത് പൂർണ്ണമായും സ്കൂളിന്റെ ഉത്തരവാദിത്തമല്ല മാത്രമല്ല എന്ന് കരുതിക്കൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും നമുക്കൊക്കെ ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇനിയും ഇവിടെ വരാൻ അവസരമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വാർഷികോത്സവ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വീട്ടിൽ നിന്നാണ് ഒരു കുട്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്? എവിടുന്നാണ്? സ്കൂളിൽ നിന്നല്ല, വീട്ടിൽ നിന്നാണ്. സ്കൂൾ കുറഞ്ഞ സമയം മാത്രമല്ല ഒരു കുട്ടി ചെലവഴിക്കുന്നുള്ളൂ. കൂടുതൽ സമയവും വീട്ടിലാണ് ചെലവഴിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നത് വീട്ടിൽ നിന്നാണ്, പിന്നെ സമൂഹത്തിൽ നിന്നാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ല സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അത് സമൂഹത്തിൽ നിന്ന് ആർജിച്ച അനുഭവങ്ങൾ, നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ, നല്ലതും മോശവുമായിട്ടുള്ള അനുഭവങ്ങളെ നമ്മളെങ്ങനെ നേരിടുന്നു, ഇങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കാനുള്ള പരിശീലനം നേടുന്നത്. അപ്പം കുടുംബത്തിലൊരു കുട്ടിയോട് കുടുംബം പെരുമാറേണ്ടത് എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയാം. കുടുംബം എങ്ങനെയാണ് ഒരു കുട്ടിയോട് പെരുമാറേണ്ടത്? എല്ലാ കുട്ടികളും ജനിക്കുമ്പം നല്ല കഴിവുള്ള കുട്ടികളാണ്. അയാൾ ഒരു ദരിദ്രനായ വീട്ടിലാണ് ജനിച്ചത്, അതുകൊണ്ട് ഒരു കഴിവില്ലാത്ത കുട്ടിയാണ്, അല്ലെങ്കിൽ വളരെ കഴിവുള്ള കുട്ടി, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ദാരിദ്ര്യം ഒരു മാനദണ്ഡമല്ല, മറ്റൊന്നും ഒരു മാനദണ്ഡമല്ല. പിന്നെ അത്യാവശ്യം കയ്യിൽ കാശുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ പണം കൊടുത്ത് വാങ്ങി നൽകാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കുട്ടികളും കഴിവുള്ളവരായിട്ടാണ് ജനിക്കുന്നത്. ജനിച്ചതിന് ശേഷമാണ് അവർ പലതരത്തിലേക്കായി മാറുന്നത്. അതിന് നമ്മുടെ വീട് എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറഞ്ഞാൽ, ചെറിയ കുട്ടികൾ ഈ കസേരയുടെ മുകളിൽ കയറുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെയാണ് കസേരയുടെ മുകളിൽ കയറുക? നമ്മളൊക്കെ എങ്ങനെയാണോ കസേരയുടെ മുകളിൽ കയറുക, അതുപോലെ തന്നെ ബാക്കോട്ട് ഇങ്ങനെ നിന്നിട്ട് ബാക്കോട്ട് കസേരയുടെ മുകളിലേക്ക് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അതിൻ്റെ കാലിന് ഉയരം കുറവായതുകൊണ്ട് കസേര പുറകോട്ട് നീങ്ങിപ്പോകുക എന്നല്ലാതെ അതിന് ഇരിക്കാൻ പറ്റൂല. അപ്പം അതെന്തായാലും കയറിയേ പറ്റൂ. എന്തിനാ കയറുന്നത്? മുതിർന്ന ആളുകളൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട്. മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങളെ അനുകരിക്കുക എന്നുള്ളതാണ് കുട്ടികൾ ചെയ്യുന്ന കാര്യം. എന്നിട്ട് മുതിർന്നവരെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പം ഇങ്ങനെ കയറാൻ പറ്റൂലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കയറുക? പിന്നെ തിരിഞ്ഞു നിന്ന് വയറിൻ്റെ ഭാഗം ഈ കസേരയുടെ വക്കിന് കൊള്ളിച്ച് ഒരു കാലം എങ്ങനെയെങ്കിലും കയറ്റി അതിൻ്റെ മുകളിൽ വെച്ച് രണ്ടാമത്തെ കാലൂടെയും കയറ്റി അതിൻ്റെ മുകളിൽ വെച്ച് എങ്ങനെയെങ്കിലും കയറും. കയറി കഴിയുമ്പോൾ കസേരയുടെ പുറകു ഭാഗത്തേക്ക് നോക്കിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക.
പിന്നെ അവിടുന്ന് കഷ്ടപ്പെട്ട് തിരിഞ്ഞ് വീഴുകയും ചെയ്യരുതല്ലോ. തിരിഞ്ഞ് ഒരു കാല് താത്തി വെച്ച് രണ്ടാമത്തെ കാലും താഴ്ത്തി വെച്ച് രണ്ട് സൈഡിലും പിടിക്കും. എന്നിട്ടുണ്ട് ഒരു നോട്ടം എല്ലാ ഭാഗത്തേക്കും. ഞാൻ തരക്കേടില്ലാലോ, ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയില്ലേ. ഭയങ്കര അഭിമാനബോധമായിരിക്കും കുട്ടിക്ക്, അല്ലേ? അധിക നേരമൊന്നും ഉണ്ടാവില്ല, അത് വേഗം അങ്ങ് അവസാനിക്കും. പിന്നെ അടുത്ത ശ്രമം ഇറങ്ങാനാണ്. ഇറങ്ങാനുള്ള ശ്രമത്തിൽ മുന്നോട്ട് രണ്ട് കാലിൽ നീട്ടിയിട്ട് ഇറങ്ങാൻ നോക്കും. മുതിർന്ന ആളുകളൊക്കെ ഇറങ്ങും പോലെ നടക്കൂല, കാരണം അതിൻ്റെ കാലിന് നീളം കുറവാണ്. അപ്പം താഴേക്ക് നോക്കിയിട്ട് എത്ര ഉണ്ട് താഴേക്കുള്ള ദൂരം എന്ന് കണക്കാക്കാനുള്ള തലച്ചോറിന് ആ ഒരു കഴിവ് വരണമെങ്കിൽ ഒരു 7 വയസ്സെങ്കിലും ആവണം ഈ ഡെപ്ത് അളക്കാൻ തലച്ചോറിന് പറ്റണമെങ്കിൽ. അതുകൊണ്ട് ആ ദൂരം അളക്കാൻ പറ്റൂല. അതുകൊണ്ട് മുന്നോട്ട് അങ്ങ് ചാടാനൊന്നുള്ള ധൈര്യമല്ല. പിന്നെ എന്തായിരിക്കും ചെയ്യുക? കയറിയതുപോലെ തന്നെ വയറൊക്കെ ഈ കസേരയുടെ വക്കിന് കൊള്ളിച്ച് പതുക്കെ പതുക്കെ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കും, അല്ലേ? രണ്ട് കാലും ഇങ്ങനെ ആട്ടുക എന്നല്ലാതെ അത് നിലത്ത് തൊടൂല. അതോടുകൂടി ബേജാറായി, ഞാൻ കസേരൻ്റെ മുകളിൽ കുടുങ്ങിപ്പോകുമോ, എൻ്റെ ജീവിതം കസേരൻ്റെ മുകളിലായി പോവുമോ എന്നൊക്കെയുള്ള പേടിയായി. പേടി തുടങ്ങിയാൽ പിന്നെ ആദ്യത്തേതുപോലെ തന്നെ കാര്യമെല്ലാം കൂടി ഇരിക്കും, കാലൊന്നും താത്താൻ നിൽക്കൂല. പിന്നെ ഒരു നിലവിളിയായിരിക്കും അല്ലേ അവിടുന്ന്. ആ നിലവിളിൻ്റെ അർത്ഥം എന്താ? ആരെങ്കിലും ഓടി വന്നിട്ട് എന്നെ കസേരൻ്റെ മുകളിൽ നിന്ന് ഇറക്കിത്താ, ഞാൻ കയറി കുടുങ്ങി എന്നാണ് പറയുന്നത്, അല്ലേ? ഇത് ദൂരേന്ന് നോക്കി നിൽക്കുന്ന അച്ഛനോ അമ്മയോ ചെയ്യാൻ പോകുന്ന പണി എന്താണെന്നറിയോ? അതിൻ്റെ അടുത്ത് പോയി അതിനെങ്ങനെ ഇറക്കി നിലത്തെ ഒരു വെക്കൽ വെച്ച് തിരിഞ്ഞു വെച്ച് ചന്തിക്ക് ഒറ്റയടിയാൻ കൊടുക്കും. ആരുടെ പറഞ്ഞു നിന്നോട് ഇതിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറാൻ എന്നായിരിക്കും ആദ്യത്തെ ചോദ്യം. ശരിക്കും അവിടെ ചോദിക്കേണ്ട ചോദ്യം എന്താ? ഇത് നമുക്ക് നമ്മുടെ ഒരു അധികാരം കാണിക്കാൻ അച്ചോദ്യമാണ് വേണ്ടത്. ആരുടെ ഇതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറാൻ പറഞ്ഞത്? എന്നിട്ട് അതിന് മോങ്ങുന്നോ എന്നൊക്കെ ചോദിക്കും. കുട്ടി മുതിർന്ന ഒരാൾ ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനത്തെ കഠിനാധ്വാനം കൊണ്ട് സാധ്യമാക്കിയതാണ്. സത്യത്തിൽ ആ കുട്ടിയോട് പറയേണ്ടത്, മോനൊറ്റയ്ക്ക് ഇതിൻ്റെ മുകളിൽ കയറി ഭയങ്കരം തന്നെ കേട്ടോ, ഇനി ആൾ ഉഷാറാണല്ലോ എന്നൊക്കെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത്. എന്നിട്ട് ആ കൂട്ടത്തിൽ എന്തും പറയണം, അമ്മ അച്ഛനുള്ളവരെ കയറാവട്ടോ, അല്ലാണ്ട് വീഴേറ്റം ചെയ്താലോ എന്നും കൂടി പറയണം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ബലം കിട്ടും. നമ്മുടെ പരിപാടി വളരെ ഡിലേ കൊണ്ടാണ് പോകുന്നത്. നമുക്ക് ഒരുപാട് പരിപാടികൾ മുന്നോട്ടുള്ളത് കൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ സ്കൂളിൻ്റെ പഴയ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും അറിയുന്ന ആളുകൾക്കൊക്കെ നന്നായി അറിയാവുന്നതാണ്. ഈ മനോഹരമായ ഈ ബിൽഡിങ്, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത ഈ അടുക്കള, കഴിഞ്ഞ മാസം നമ്മൾ വലിയൊരു സംഖ്യ മുടക്കിയിട്ട് കരസ്ഥമാക്കിയ സ്വന്തമായൊരു വണ്ടി, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പൊതു സ്വത്താണിത്. കാരണം ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിൻ്റെയോ സ്വത്തല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വത്താണ് എന്ന ഒരു കൂട്ടായ ഒരു സംവിധാനമാണ് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കൂട്ടായ സംവിധാനത്തിൽ പങ്കെടുത്ത സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു കമ്മിറ്റിയുടെ പേരിൽ. അതുപോലെ തന്നെ ഇനിയും നമുക്ക് ആവശ്യമുള്ളത് കുട്ടികളെയാണ്. എല്ലാ രക്ഷിതാക്കളും കഴിയുന്നത്ര കുട്ടികളെ നമ്മുടെ സ്കൂളിലോട്ട് അയച്ച് അതുമായി സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നതോടൊപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ സഹകരിച്ച ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ നാട്ടുകാർ അതിൽ ജാതിമത വ്യത്യാസമില്ലാതെ ഈ ഭാഗത്തും ആ ഭാഗത്തും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും വളരെ നന്നായി സഹകരിച്ചുകൊണ്ടാണ് നമുക്കിതൊക്കെ കെട്ടിപ്പടുക്കാൻ സാധിച്ചത്. അതിനെല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്കെല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉയരത്തിൽ പോകണം എന്ന് വളരെ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് വളരെ ഒരു നാടൻ ശൈലിയിൽ തന്നെ നമ്മുടെ കുട്ടികളെ വളർത്തേണ്ട ഇതെങ്ങനെ, നമ്മുടെ കുട്ടികൾ നമ്മുടേതെല്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് ബേജാറായിരിക്കും. പക്ഷേ അവർ ഈ ലോകത്തിൽ ഈ വിഹായത്തിൽ പറന്ന് ഉയർന്ന് നടക്കട്ടെ എന്നുള്ള ആ കാഴ്ചപ്പാട് അവതരിപ്പിച്ച, നാടൻ ഭാഷയിൽ തന്നെ അവതരിപ്പിച്ച, വളരെ ഭംഗിയായി നമുക്ക് പ്രഭാഷണം അവതരിപ്പിച്ചിട്ടുള്ള പ്രസാദ് കൈതക്കൽ, അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ
സംസാരിച്ചിട്ടുള്ള നമ്മുടെ മായൻ, അതേപോലെ തന്നെ സൂപ്പിയാജി സംസാരിക്കുന്നുണ്ട്, നമ്മുടെ മുൻ PTA പ്രസിഡന്റ് റഫീഖുണ്ട്, അവർ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ. ഞാനൊരു വലിയ പ്രസംഗം നടത്തണം എന്നല്ല ആദ്യം വിചാരിച്ചു, ഇപ്പോൾ ഇല്ല. എന്താണോ, നമ്മളെ കുട്ടികൾ നേരത്തെ ഒരുങ്ങി നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മളെ കുട്ടികൾക്കായിരുന്നു. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ശിരസ്സുയർത്തി പറയുക നിങ്ങൾ എന്ന് പറയില്ലേ, ആ രീതിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഇതിനൊരു ഗതകാല ചരിത്രം ഉണ്ടായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചും ചെതള് പിടിച്ച തൂണുമുള്ള സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ പോകും. അത് രാത്രിയല്ലായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു സ്കൂളിൽ പഠിപ്പിച്ച് അന്നേ എനിക്കൊരു മോഹമുണ്ട്, നല്ലൊരു സ്കൂളിൽ പഠിപ്പിക്കണം, അല്ലെ നല്ലൊരു സ്കൂള് എൻ്റെ മനസ്സിലുള്ളതാണ്. ഇപ്പം അത് സാധിച്ചു. വളരെ ഭംഗിയായ സ്കൂൾ, മനോഹരമായ സ്കൂൾ, നല്ല ഗ്രൗണ്ടും കാര്യമെല്ലാം അതങ്ങനെയാണ്. നമ്മൾ കഷ്ടത അനുഭവിച്ചാലേ നമുക്കെന്തുണ്ടാവും, മോഹം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ചങ്ങാതി, അയാൾ കൂലിപ്പണിക്കാരനാണ്. കൂലിപ്പണി കഴിഞ്ഞ് വന്നിട്ട് 3-4 ലോട്ടറി ടിക്കറ്റ് വാങ്ങുക. 4 ലോട്ടറി ടിക്കറ്റ്. എന്താ, അയാൾക്ക് കുറേ മോഹങ്ങളുണ്ട്. വലിയ വീടെടുക്കണം, അല്ലെങ്കിൽ ഇത് കിട്ടുമൊന്നുമില്ല. ലോട്ടറി ടിക്കറ്റ്, ഞാൻ ജീവിതത്തിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുകയില്ല, എനിക്ക് വലിയ മോഹമൊന്നുമില്ല. എനിക്കെല്ലാം ഒരുവിധം തൃപ്തിയാണുള്ളതിനെ കൊണ്ട്. പക്ഷെ ഇയാളെന്തിനാ എങ്ങനെ ടിക്കറ്റ് എടുക്കുന്നത്? പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ മനസ്സിൽ അടങ്ങാത്തൊരു മോഹം. എനക്കും പണക്കാരനാകണം, എനക്കും വലിയ വീട് വേണം, എനക്കും കാറാകണം എന്നുള്ള മോഹം കൊണ്ടാണ് ആ സാധു 10, 20, 300, 500 റുപ്യേൻ്റെ പണിയെടുത്തിട്ട് 300 റുപ്യേൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്. 200, 300 റുപ്യേൻ്റെ. അതുപോലെ ഒരു മനഃശാസ്ത്രം. ഇല്ലായ്മയിൽ നിന്ന്, പൊട്ടിപ്പൊളിഞ്ഞ സ്കൂളിൽ നിന്ന് അതിമനോഹരമായ സ്കൂൾ എന്നുള്ള സ്വപ്നം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ട് കാലങ്ങളായി. അപ്പോൾ പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ അഗാധമായി ആഗ്രഹിച്ചാൽ എന്തും നടക്കും. അതിന് പറ്റിയൊരു സാഹചര്യമുള്ള സ്ഥലമായത്. കൂട്ടായ്മയുള്ള, നമ്മുടെ നാട്ടിലുള്ള ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ കൂട്ടായ്മയുള്ള ജനങ്ങളാണ്. നമ്മുടെ ഏറ്റവും ബുദ്ധിമാന്മാരുള്ള കുട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇവിടെ ഒരു മറ്റൊരു പ്രശ്നങ്ങളുമില്ല. ജാതിയോ മതമോ രാഷ്ട്രീയമോ വിവേചനമോ ഒന്നുമില്ലാതെ നമ്മുടെ വീട് പോലെ ഇവിടെ നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ്, നല്ലൊരു മഴയെല്ലാം പെയ്ത് നല്ലൊരു തണുപ്പ് കിട്ടി, വേനൽ ചൂടിനെ ശമിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്തരീക്ഷം കിട്ടി. ഇനി നമുക്ക് കുറച്ചുകൂടി ആഹ്ലാദിക്കാം. കുട്ടികളുടെ പരിപാടി, നല്ല ഗാനമേള ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഭംഗിയായി നമുക്ക് പിരിയാൻ വേണ്ടി കഴിയണം. സംസാരിച്ചിട്ടുള്ള ഇതിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, ചടങ്ങ് നിയന്ത്രിച്ച പ്രിയപ്പെട്ട പ്രസാദൻ മാസ്റ്റർ, നല്ല ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി സദസ്സിനെ കയ്യിലെടുത്ത സുനിൽ മാസ്റ്റർ, അതുപോലെ തന്നെ ഹൃദ്യമായ ഒരു പാരൻറ്റിംഗ് ക്ലാസ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു തന്ന ബഹുമാന്യനായ പ്രസാദ് കൈതക്കൽ, ആശംസകൾ നേർന്ന് സംസാരിച്ച മുകുന്ദൻ മാസ്റ്റർ, KC മായൻ, കല്ലിൽ സോപ്പി ഹാജി, റഫീഖ് AP, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട പ്രതിൻ സാർ തുടങ്ങി നല്ല ഒരു സദസ്സ് സമ്മാനിച്ച പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നാട്ടുകാർ, മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, എല്ലാവർക്കും അഗേതമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. നാം ഏറെ പ്രതീക്ഷയോട് നിൽക്കുന്ന നമ്മുടെ പിഞ്ചു മക്കളുടെ ഇമ്പമാർന്ന ഡാൻസ് പ്രകടനങ്ങൾ, അതിനുവേണ്ടി നമ്മുടെ സദസ്സ് വഴിമാറുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
വെള്ളാരം കുഞ്ഞിലെ തുള്ളിമാനേ വെള്ളിലക്കാട്ടിലെ വർണ്ണമാനേ വെള്ളാരം കുഞ്ഞിലെ തുള്ളിമാനേ വെള്ളിലക്കാട്ടിലെ വർണ്ണമാനേ. പ്രോത്സാഹന സമ്മാനമാണ് സജീവൻ ആൻഡ് മഹാദേവി. ഫാത്തിമ റൈസ ടി, ഡോട്ടർ ഓഫ് അമീർ അലി ആൻഡ് റംസ്റ്റീന. ഹിസ ഐസൽ, ഡോട്ടർ ഓഫ് യൂസഫ് എം ടി ആൻഡ് ഷംസീന. മുഹമ്മദ് ആർ, സൺ ഓഫ് നിസാർ ആൻഡ് അസ്മ. നിങ്ങൾ നിറഞ്ഞ കയ്യടിയോടെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മദിരാശി മല്ലിപ്പൂ മണമുള്ള മലയാളി ചൊടിയുള്ള മണവാട്ടിയെ നിൻപിടി വാശി യശാന്തൻ കണ്ണേറിൽ പൂട്ടാനി മനമാകെ പരവേശമേ. സൂര്യൻ തനിച്ചിരിക്കുന്നു പകച്ചിരിക്കുന്നു പൊള്ളിച്ചിരിക്കുന്നു വെളിച്ചം മങ്ങണ് നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന പെണ്ണ്. ഭൂമി കറങ്ങി നിൽക്കുന്നു കുലുങ്ങി നിൽക്കുന്നു തല കുഞ്ഞിക്കുന്നു കടലിൽ നിൽക്കുന്നു നിലച്ചു നിൽക്കുന്ന ഒരു കനിയടി സൂര്യൻ തനിച്ചിരിക്കുന്നു പകച്ചിരിക്കുന്നു പൊള്ളിച്ചിരിക്കുന്നു വെളിച്ചം മങ്ങണ് നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന പെണ്ണ്. ഭൂമി കറങ്ങി നിൽക്കുന്നു കുലുങ്ങി നിൽക്കുന്നു തല കുഞ്ഞിക്കുന്നു കടലിൽ നിൽക്കുന്നു നിലച്ചു നിൽക്കുന്ന ഒരു കനിയടി പെണ്ണെ ഞാൻ still on you. Balloon fighting winner Adam Ali, son of Ali and Azina. Walking standard രണ്ടാം തരത്തില് 15 meter running winner, balloon fighting winner Aizam Ali, son of Askar Ali and Aisha. ഒന്നാം തരത്തില് വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രോത്സാഹന സമ്മാനങ്ങൾ and Bindu,
ഫാത്തിന. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമുക്ക് നൽകാം. മണിമുത്തലെ പുത്രി ഫാത്തിമ മണവാട്ടി പൂവി ഹൂറി ഫാത്തിമ മണിമുത്തലെ പുത്രി ഫാത്തിമ മണവാട്ടി പൂവി ഹൂറി ഫാത്തിമ പുരുഷാരമായി മണിമുത്തലി വന്ന ഫാത്തിമ അഞ്ചമേരു പൂമണി മഞ്ചത്തി സൂറ ഫാത്തിമ തരാഗത്തി അഞ്ചമേരു പൂമണി മഞ്ചത്തി സൂറ ഫാത്തിമ തരാഗത്തി മണിമുത്തലി പുത്രി ഫാത്തിമ മണവാട്ടി പൂവി ഹൂറി ഫാത്തിമ മണിമുത്തലി പുത്രി ഫാത്തിമ മണവാട്ടി പൂവി ഹൂറി ഫാത്തിമ.
Mufida, Ismail AP and Arshida, daughter of Ashraf T and Samira, daughter of Munir and Razmina, Aznat, जिंगलिया जिंगलिया से तेरे को लगा लगाना जिंगलिया जिंगलिया से तेरे को ले सिलकुराले जिंगलिया जिंगलिया से तेरे को लगा लगाना सिंगर बचाले बचाले चक्ती राम सुतम करना मचाने बचाने നേരിൽ വന്നിട്ടാ തല എടുത്താ കണ്ണ കട്ടിനാ എലുമിച്ച തോളുക്കുള്ള പപ്പളത്തെ വെച്ചോക്കുള്ള പൂക്കളെ പോതില്ല നീ ഇല്ലാമ കാട്ടുക്കുള്ള മൂടി വെച്ചുകൊള്ള കഴിയാള ചിങ്കിലിയ ചിങ്കിലിയ സിത്തറക്കുള്ളി സെൽക്കറാള ஐயோ அப்பா எல்லாம் போச்சு கண்ணு பிடிச்சா கண்ணு பிடிச்ச எல்லாம் போச்சு நாட்டுக்குள்ள நல்லவனே கட்டலுக்கு கெட்டவனே கண்ட பொண்ணு இவ கடவாயில் வச்சிருக்கடா மக்களுக்கு கெட்டாலே கத்திரிக்கு நல்லாலே அச்சப்பட வேண்டாம் என்ன கச்சுக்குள்ள வச்சுக்கடி பொழப்பை இருந்தே வாடா ஜிங்கிலியா சித்திரக்குள்ளே சிலுக்குறாளே balloon fighting winner, hurdles winner, kiss Matsaram.
and lemon spoon, Muhammad bin Arshad. Walking winner, top race winner, Protsahan. Avyat Agilesh.
fighting winner Ritik. 15-meter running winner, hop race winner Muhammad Radin, winner Muhammad Adnan. പ്രോത്സാഹന സമ്മാനങ്ങൾ മുഹമ്മദ് യൂസഫ് ടി, വിഷ്ണു പി സി and Hamid. ముద్దు ముద్దుకునే పిల్లోడా ముద్దులు పెట్టి పురో సిగటిలో చిలిపి బావయ్యో సిన్నగన పెట్టిన పుల నారాజు నువ్వని చూసాను రో తురాల మెడలో బాలరాణిలా నీ పుల అల్లికని నీకు అల్లెసుకుంటాను రో పియ్యారి పిల్లోడ నన్నేడు పెంచకు బావయ్య ఇష్టపడి మనసుతో నన్ను పెళ్ళడమయ్య బావయ్యో జుమ్మ జుమ్మ నుయ్యారు నీ పుల పులను నేనే తో పెళ్ళికి తయారు చిలిపి బావయ్యో సిన్నగన పెట్టిన పుల నారాజు నువ్వని చూసాను రో తురాల మెడలో బాలరాణిలా నీ పుల అల్లికని నీకు అల్లెసుకుంటాను రో పియ్యారి పిల్లోడ నన్నేడు పెంచకు బావయ్య ఇష్టపడి మనసుతో నన్ను పెళ్ళడమయ్య బావయ్యో జుమ్మ జుమ్మ నీయారు నీ పుల పులను నేనే తో పెళ్ళికి తయారు
ഫാത്തിമ. പ്രോത്സാഹന സമ്മാനങ്ങൾ ഫാത്തിമ അസർ, തൻഹ PC, ഫാത്തിമ PK and Farha AP.
വച്ചൊരു പുഞ്ചിരി എന്നിടിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി എന്നിടിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി ചൊല്ലുമോ നീയേതാ പറയുമോ പേരെന്താ അഴകേ അഴകേ തളിരേ കുളിരേ അഴകേ അഴകേ തളിരേ കുളിരേ Pramod, Jansi Jijesh, Heavy on your mind, wandering the streets tonight. If you're looking for Bindu Anu, alone, I can be your guide now. and Savita Sajeevan. It's you.
Paşu perdesine no parnuncu vaçesanu Bhavaswami, oh Bhavaswami, oh Bhavaswami, oh Bhavaswami. Think you Bhavaswami, Bhavaswami. Think you Bhavaswami. Bhavaswami, Bhavaswami, oh Bhavaswami, Bhavaswami. മാറിയ നെഞ്ചും കറവും മെല്ലെ നീട്ടിയ മഞ്ചും അഴിപെട്ട് തെരഞ്ഞൊരു കല്ലാണേ ശാസിക പറഞ്ഞൊരു ചൊല്ലാണേ അല്ലെങ്കിൽ കൂട്ടോട്ട് കൂട്ടാണേ അരിമുള്ള മനസ്സിന് തന്നാണേ അകലത്തിലിരിക്കുന്ന ദർദാണേ അടുപ്പത്തിലിരിക്കല് പറലാണേ തിടുക്കത്തിലിരിങ്ങടി പെണ്ണാണേ അരിപ്പോം തിരിപ്പോം കളിയാണേ
Thank you.
സ